സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. സി കാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയം സഭയിലെ ആളുകൾ എന്നുള്ള വിഷയമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഒട്ടേറെ സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുകയും നിങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഈ വിഷയം ഇന്ന് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ, കഴിഞ്ഞ വിഷയത്തിൻ്റെ തുടർച്ചയായി നമ്മുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുവാൻ വേണ്ടി സ്നേഹപൂർവ്വം ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനെ ക്ഷണിക്കുന്നു. മതാധ്യാപകരായ നിങ്ങൾ മതബോധന രംഗത്ത് വളരെ പരിണിത പ്രജ്ഞരാണ് അല്ലേ? അതുകൊണ്ട് ഞാൻ കൂടുതലായി ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? സഭയിലെ വിവിധ ശുശ്രൂഷ പദവികളെക്കുറിച്ചാണ്. അതായത് സഭയിലെ എല്ലാവരും സഭയിലെ വിശ്വാസികളാണ്, ദൈവജനമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഉപയോഗിക്കുന്ന പദം അതാണ്, ദൈവജനമാണ്. ആ ദൈവജനത്തിലെ വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ് മാർപ്പാപ്പ, മെത്രാന്മാർ, വൈദികർ, വിശ്വാസികൾ. അൽമായർ എന്ന് പറയുമ്പോൾ എന്തോ തരംതാന്ന പദമാണ് എന്നൊരു വിചാരം അൽമായർക്ക് തന്നെയുണ്ട്. അൽമേനികൾ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞാടുകൾ എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? മിമിക്രിക്കാരുടെ ഒരു കോമഡി ഭാഷയാണ് കുഞ്ഞാടുകളെ എന്ന് പറഞ്ഞ്. അച്ഛന്മാരെയാണ് കളിയാക്കുന്നത്, അൽമായരെയാണ് കളിയാക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതാണെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ട് അൽമായർ എന്തോ ലേ പീപ്പിൾ എന്ന് പറഞ്ഞാൽ, ലേ എന്ന് പറഞ്ഞാൽ തറയിൽ കിടക്കുന്നവർ എന്നുള്ളൊരർത്ഥത്തിലാണ് പലരും അതിനെ വ്യാഖ്യാനിക്കുക. അല്ല, ലേ എന്നുള്ള വാക്ക് വരുന്നത് ലാവോസ് എന്ന പദത്തിൽ നിന്നാണ്. ലാവോസ് എന്ന ഗ്രീക്ക് പദത്തിന് ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ജനം എന്നാണ് അർത്ഥം. ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ജനമാണ്. എല്ലാ ജനത്തെയും വിളിക്കുന്ന പേരല്ല ലാവോസ്, ദൈവം തിരഞ്ഞെടുത്ത ജനം. അതുകൊണ്ട് അൽമായർ എന്ന് പറഞ്ഞാൽ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ജനം എന്നുള്ളതാണ്. അതുകൊണ്ട് അൽമായർക്ക് സഭയിലുള്ള പ്രാധാന്യം എന്ത്? ഏതർത്ഥത്തിലാണ് മറ്റ് ശുശ്രൂഷകളിൽ, ഏതർത്ഥത്തിലാണ് മറ്റ് ശുശ്രൂഷാ പദവികളിലുള്ളവരിൽ നിന്ന് അൽമായർ വ്യത്യസ്തരായിരിക്കുന്നത്? അൽമായരുടെ ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സംവാദത്തിൽ ചർച്ചാ വിഷയമാക്കാൻ ഉദ്ദേശിക്കുക. അൽമായരുടെ വലിയ ദൗത്യം എന്ന് പറയുന്നത് ഈശോയുടെ രാജകീയ, പുരോഹിത, പ്രവാചക ദൗത്യങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത്. ഈശോ മിശിഹായുടെ 3 ദൗത്യങ്ങൾ ഏതൊക്കെയാണ്? രാജകീയം, പ്രവാചകം, പുരോഹിതം. 3 രാജാക്കന്മാർ ഈശോയെ കാണാൻ വന്നപ്പോൾ ഇത് 3ഉം കാഴ്ചവെച്ചു അല്ലേ? പൊന്ന്, മീറ, കുന്തിരിക്കം. പൊന്ന് രാജാവാണ് ഈശോ എന്ന്, മീറ അവിടുന്ന് പ്രവാചകനാണെന്നുള്ളതിൻ്റെ സൂചന, അത് സഹനത്തെയാണ് സൂചിപ്പിക്കുക. കുന്തിരിക്കം പോയിക്കുന്ന ആരാ? പുരോഹിതനാണ് അല്ലേ? അപ്പോൾ ആ ദൗത്യമാണ് എന്ന് പറയപ്പെടുന്നു. വാസ്തവത്തിൽ എന്താണ് ഈശോ മിശിഹായുടെ രാജകീയ ദൗത്യം എന്ന് ചോദിച്ചാൽ, ഈശോ മിശിഹ നേതാവാണ്, നയിക്കുന്നവനാണ്. വാസ്തവത്തിൽ അൽമായരാണ് സഭയെ നയിക്കുക. കാരണം സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പായ കുടുംബത്തെ നയിക്കുന്നത് ആരാണ്? അൽമായരാണ്. ഈ ഒരുപാട് കുടുംബങ്ങൾ ചേർന്നതാണ് സഭ അല്ലേ? ഈ കുടുംബത്തിൽ നിന്നാണ് എല്ലാ ദൈവവിളികളുണ്ടായത് അല്ലേ? യോഹന്നാൻ 23-ാമൻ മാർപ്പാപ്പ പാപ്പായായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അമ്മയെ കൊണ്ടുപോയി മാർപ്പാപ്പായുടെ മോതിരം കാണിച്ചു. അമ്മ പറഞ്ഞെന്നാ, ഞാൻ ഈ മോതിരം ഇട്ടില്ലായിരുന്നു, നീ ഇത് ഇടിയലായിരുന്നെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അമ്മയുടെ കല്യാണ മോതിരം അമ്മ കാണിച്ചു. അത് ശരിയാണ്. നല്ല കുടുംബജീവിതം നയിക്കുന്ന അൽമായരില്ലെങ്കിൽ സഭയിൽ മാർപ്പാപ്പായും ഇല്ല, മെത്രാനും ഇല്ല, അച്ഛനും ഇല്ല.
അവരുണ്ടായിട്ടൊട്ട് കാര്യവുമില്ല, ഇല്ലേ? അതുകൊണ്ടാണ് ഈശോയുടെ രാജകീയ ദൗത്യത്തിൽ നാം പങ്കാളികളാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ സഭയിൽ അർത്ഥപൂർണമായ കുടുംബജീവിതം നയിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ വൈദികർക്ക് കടന്നെത്താൻ കഴിയാത്ത ഒട്ടനവധി മേഖലകളുണ്ട്. ഇപ്പം രാഷ്ട്രീയ രംഗത്ത് ഒരു വൈദികന് പോയി മത്സരിക്കാൻ പറ്റൂ? രാഷ്ട്രീയ രംഗത്തെ വിശുദ്ധീകരിക്കാൻ ഒരു അൽമായനെ സാധിക്കുകയുള്ളൂ. ഒരു ഗവൺമെൻറ് ഓഫീസിലെ അഴിമതിയുടെ രംഗം, അവിടെ അച്ഛന് പോയി ജോലിക്കാരനാകാൻ പറ്റിയത്. അവിടെ ഒരു അൽമായൻ സാക്ഷ്യത്തിൻ്റെ ജീവിതം നയിക്കാൻ ഇറങ്ങുമ്പോൾ അവിടുത്തെ അഴിമതി ഇല്ലാതാക്കാൻ സാധിക്കും. ഈശോയുടെ പ്രവാചക ദൗത്യമാണ് സമൂഹത്തിൽ നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുക, അവശരെയും നിരാലംബരെയും പരിരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുക. ഇത് ഒരൽമായൻ അർത്ഥപൂർണമായി ചെയ്യാൻ കഴിയുന്ന ദൗത്യമാണ്. ഈശോയുടെ പുരോഹിത ദൗത്യത്തിലും അൽമായർ പങ്കാളികളാകുന്നുണ്ട്. എന്താണ് ഈ പുരോഹിത ദൗത്യം എന്നതിലൂടെ ഉദ്ദേശിക്കുക എന്ന് ചോദിച്ചാൽ, ഈശോ മിശിഹായുടെ പൗരോഹിത്യത്തിൽ എല്ലാ വിശ്വാസികളും മാമോദീസ, സ്ഥൈര്യലേപനം എന്നിവയിലൂടെ പങ്കാളികളാകുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അച്ഛൻ ബലിയർപ്പകനും നമ്മൾ കാഴ്ചക്കാരുമല്ല. പിന്നെ ആരാ നമ്മളും ബലിയർപ്പകരാണ്. ഓരോ അൽമായനും ബലി അർപ്പിക്കുന്നവനാണ്. എന്തുകൊണ്ടാണ്? മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ഈശോ മിശിഹായുടെ പൗരോഹിത്യത്തിൽ ഓരോ വിശ്വാസിക്കും പങ്കാളിത്തം ലഭിച്ചു. അപ്രകാരം പൊതുപൗരോഹിത്യം ഉള്ളവരിൽ നിന്ന് ചിലരെ ശുശ്രൂഷ പൗരോഹിത്യത്തിന് വേണ്ടി സഭ നിയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായ പൗരോഹിത്യം ഈശോ മിശിഹായുടെ പൗരോഹിത്യമാണ്. അത് എല്ലാ വിശ്വാസികൾക്കും അതിൽ പങ്കാളിത്തമുണ്ട് താനും. അതുകൊണ്ട് അൽമായർക്ക് സഭയിലുള്ള സ്ഥാനം, അവരുടെ ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, അവയെക്കുറിച്ചുള്ള ഒരു അവബോധം, അൽമായരും ഹൈറാർക്കിയും ഒരുപോലെ ഒരു മനസ്സോടെ പ്രവർത്തിക്കുമ്പോഴാണ് സഭയാകുന്ന ഈശോയുടെ ശരീരം കൃപയാർന്നതും മറ്റുള്ളവർക്കെല്ലാം അനുഗ്രഹമാകുന്ന ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകയാകുന്നത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങളുടെ സംവാദങ്ങളിലൂടെ വെളിപ്പെടും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് ക്രോഡീകരിക്കാവുന്നതാണ്. നന്ദി. ഈശോ തൻ്റെ സഭയെ സ്ഥാപിച്ചത് ശ്ലീഹന്മാരിലൂടെയാണല്ലോ. എന്നാൽ ഇന്ന് ശ്ലീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാർക്ക് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിൽ പങ്കൊന്നുമില്ല. എന്തുകൊണ്ടാണ് അവരെ ഒഴിവാക്കുന്നത്? മെത്രാന്മാരെ ഒഴിവാക്കി കർദിനാളന്മാരെ കൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്തുകൊണ്ട് എന്നാണ് ടീച്ചറുടെ ചോദ്യം, അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും? ഞാനിങ്ങനെ ഒരു ചോദ്യം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ശരിയാണ്, മെത്രാന്മാർക്ക് വോട്ടവകാശം കൊടുക്കാവുന്നതായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ഇത് ഒന്ന് അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട്. ആദിമ കാലഘട്ടങ്ങളിലൊക്കെ മെത്രാന്മാർ ഒരുമിച്ച് ചേർന്ന് ഇപ്രകാരം റോമിലെ മെത്രാൻ്റെ സ്ഥാനത്തേക്ക് ആളെ തിരഞ്ഞെടുക്കുന്ന പതിവുണ്ടായിരുന്നു എന്ന് സഭാചരിത്രത്തിൽ നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് അതൊരു മെത്രാന്മാരുടെ എല്ലാവരുടെയും വോട്ടെടുത്തുകൊണ്ട് മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കുന്നത് തെറ്റായൊരു പണിയൊന്നുമല്ല. പക്ഷെ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് മൂലമാണ് സഭ മധ്യകാലം എത്തിയപ്പോൾ ഒരു ക്രമീകരണം വരുത്തി. ഏതാണ് ആ ക്രമീകരണം? മെത്രാന്മാരുടെ നിന്ന് അവരുടെ തലവന്മാരായി വരുന്നവരാണ് പലപ്പോഴും കർദിനാളന്മാർ. ആ കർദിനാൾമാരുടെ സംഘം മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കട്ടെ. കാരണം നമുക്കറിയാം, ഒരു ഇടവകയിലെ വിഷയമാണെങ്കിൽ പാരീഷ് കൗൺസിൽ അംഗങ്ങളെ ഒന്നിച്ച് വിളിച്ചു കൂട്ടും എല്ലാവരെയും, അല്ലേ? അതേസമയം ഒരു രൂപതയിലെ മുഴുവൻ പാരീഷ് കൗൺസിൽ അംഗങ്ങളെ വിളിച്ചു കൂട്ടിയാൽ വല്ല ചർച്ച നടക്കും?
ഇല്ല. കത്തോലിക്ക സഭയിൽ 4000-ലധികം മെത്രാന്മാരുണ്ട്. ആ മെത്രാന്മാരെ മാർപ്പാപ്പ മരിക്കുന്നത് എപ്പോഴാണ് നമുക്ക് അറിയത്തുമില്ല, അല്ലേ? അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. മാർപ്പാപ്പ ഒരു മനുഷ്യനായതുകൊണ്ട് ഏത് ദിവസവും മരിക്കാം, അല്ലേ? മരിച്ചു കഴിയുമ്പോഴേ ഈ 4000 കർദിനാളന്മാർ ലോകത്തിൻ്റെ 5 ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഓടിയെത്തുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അവർ പലരും അറിയുക പോലും ഉണ്ടാകുകയല്ല. മാർപ്പാപ്പ മരിച്ച കാര്യം ചിലപ്പം എല്ലായിടത്തും ഒരുപോലെ കമ്മ്യൂണിക്കേഷൻ സാധ്യതകൾ പോലും ഇല്ല, ഇല്ലേ? അവർക്ക് എല്ലാവർക്കും അറിഞ്ഞ് എത്തിപ്പെടാനോ, ഇനി എത്തിയാൽ തന്നെ ഫ്ലൈറ്റിൽ ടിക്കറ്റ് കിട്ടുമോയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതിനുണ്ടാക്കിയൊരു ക്രമീകരണമാണ് കർദിനാൾമാരുടെ സംഘം. അത് 120 അതിൻ്റെ എണ്ണവും നിജപ്പെടുത്തിയിട്ടുണ്ട്. 80 വയസ്സിൽ കൂടിയവർ വോട്ട് ചെയ്യേണ്ട എന്നാണ് സഭയിലെ നിയമം. കർദിനാളന്മാർക്ക് 80 വയസ്സ് കഴിഞ്ഞാൽ വോട്ടവകാശം പോയി. കാരണം എന്താണ്? അന്നേരത്തേക്ക് അവരുടെ ബുദ്ധിയൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടോ? ബുദ്ധി ഇല്ലാതായെന്ന് ഞാൻ പറയുന്നില്ല, അവരുടെ ബുദ്ധിയും ചിന്താശേഷി മനുഷ്യരാണല്ലോ, അതുകൊണ്ട് കുറഞ്ഞു പോയിരിക്കാം. അതുകൊണ്ട് 80 വയസ്സിൽ കൂടിയ കർദിനാളന്മാർ കർദിനാൾ പദവിയിലുണ്ടായിരിക്കും. പാപ്പായെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്കില്ല. അത് അപ്പോൾ ഈ 120 ആകാൻ വേണ്ടി എന്തു ചെയ്യും? പുതിയ കർദിനാളന്മാരെ മാർപ്പാപ്പ നിയോഗിക്കും. ആ രീതിയിലാണ് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ കർദിനാൾ സംഘത്തിലേക്ക് 8 പേരെയും കൂടി മാർപ്പാപ്പ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രത്തിൽ വായിക്കും. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, എപ്പോൾ മാർപ്പാപ്പ തിരഞ്ഞെടുപ്പ് നടന്നാലും ഒരു 120 അംഗങ്ങൾ വോട്ട് ചെയ്യാൻ തക്ക സാധുത ഉള്ള വ്യക്തികളായി ഉണ്ടാവണം എന്നുള്ളതാണ്. അതുകൊണ്ട് മെത്രാന്മാരെല്ലാവരും ചേർന്ന് മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അതിൻ്റെ അപ്രായോഗികത കണക്കിലെടുത്താണ് സഭയിൽ ഇപ്രകാരം ഒരു നിലപാട് നിലവിൽ വന്നിരിക്കുന്നു. താങ്ക് യു അച്ഛൻ. ഇനി ആരാണ് ചോദിക്കുന്നത്? ജെസ്സി ടീച്ചർ ചോദിക്കൂ. അച്ഛാ, എനിക്കൊരു സംശയമുള്ളത്, വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യപ്പെടേണ്ടതാണല്ലോ കൂദാശകൾ. എന്നാൽ പല അവസരത്തിലും അല്ല ചിലപ്പോഴെല്ലാം വൈദികരുടെയോ മെത്രാന്മാരുടെയോ കുറവ് ഓരോ കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെടുമ്പോഴും അതിലുണ്ടാകുന്നുണ്ട്. ആ അവസരത്തിൽ അത് സ്വീകരിക്കുന്ന വിശ്വാസികൾക്ക് അത് എത്രമാത്രം കൃപാവരം ലഭിക്കുന്നു അതിൽ നിന്നും? യെസ്, ജെസ്സി ടീച്ചർ കണ്ട വളരെ മര്യാദക്കാരിയാണെങ്കിലും ഹൈറാർക്കിയുടെ ചുവടിളക്കുന്നൊരു ചോദ്യമാണ് ചോദിച്ചത്, അല്ലേ? യെസ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബലി അർപ്പിക്കുന്നത് അച്ഛൻ മാത്രമല്ല, സഭയൊന്നാകെയാണ്, അല്ലേ? നമുക്കറിയാം, വിശുദ്ധ ബലിവേദിയിൽ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ഈശോമിശിഹായാണ് എന്നും സ്വർഗത്തിലെ മുഴുവൻ ദൂതന്മാരും വിശുദ്ധരും ആ ബലിവേദിയിൽ സന്നിഹിതമാണ്. അതുകൊണ്ട് ഇതൊരു അച്ഛൻ എന്ന ഒറ്റപ്പെട്ട വ്യക്തി നടത്തുന്ന ഒരു ശുശ്രൂഷയല്ല. ഒരുപക്ഷെ 4-5 പേരെ അന്ന് കുർബാനയിൽ പങ്കെടുത്തിട്ടുള്ളൂ എങ്കിൽ പോലും സഭയൊന്നാകെ ആ ബലിവേദിയിലുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് ബലി അർപ്പിക്കുന്ന എല്ലാവരെയും നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ അച്ഛൻ്റെ അല്ലെങ്കിൽ ബലിയർപ്പകൻ്റെ വിശുദ്ധി, പുണ്യപൂർണത ബലിയുടെ സാധുതയെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. കാരണം എന്താണ്? അവിടെ ഈശോമിശിഹായാണ് ബലിയർപ്പിക്കുന്നത്. ഇപ്പോൾ പാപാവസ്ഥയിലുള്ള ഒരച്ഛൻ നിങ്ങളുടെ കുമ്പസാരം കേട്ട് നിങ്ങൾക്ക് പാപമോചനം തന്നു. ഇത് ഞാൻ തന്നെ ഇത്രയും പാപിയായിരിക്കവേ എൻ്റെ പാപം എങ്ങനെ മോചിക്കും എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം, ഇല്ലേ? അത് അച്ഛൻ്റെ വ്യക്തിപരമായ പുണ്യത്തിൻ്റെയോ വിശുദ്ധിയുടെയോ മേലല്ല കൂദാശകളുടെ വരപ്രസാദത്തെ സഭ ക്രമീകരിച്ചിരിക്കുന്നു, അല്ല ഈശോ ക്രമീകരിച്ചിരിക്കുന്നു. കൂദാശകളുടെ വരപ്രസാദം അത് ഈശോമിശിഹായിൽ നിന്ന് നേരിട്ട് പ്രവഹിക്കുന്ന. ഇനി അച്ഛൻ വിശുദ്ധിയോടെ അല്ലാതെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയോ കുമ്പസാരം പരികർമ്മം ചെയ്യുകയോ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം അച്ഛൻ ദൈവത്തിന് മുമ്പിൽ പറയണം. ആ കൂദാശാനുഷ്ഠാനത്തിലൂടെ അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന കൃപകൾ അദ്ദേഹത്തിന് ലഭിക്കാതെ പോകുന്നു എന്നുള്ളതും സത്യമാണ്. ഇതേക്കുറിച്ച് ഒരാശയം കൂടി സഭ പറയുന്നുണ്ട്. ഒരു വൈദികൻ
പാപാവസ്ഥ എന്നുള്ളതിനേക്കാൾ ഉപരി അശ്രദ്ധമായി കുർബാനയില്ലേ എന്ന് വിചാരിക്കും. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യർക്ക് കൊടുത്തു. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഓർത്ത് വെച്ചിരുന്ന കാര്യങ്ങൾ അങ്ങ് ചൊല്ലി. അച്ഛൻ ഈ അപ്പം എടുത്തുമില്ല, വാഴ്ത്തിയുമില്ല, ഉയർത്തിയില്ല. അച്ഛൻ ഇങ്ങനെ എന്തോ കിനാവ് കണ്ടിരുന്ന പോലെ ചൊല്ലി തീർത്തു. നിങ്ങൾ മതാധ്യാവ് എന്തോ പന്തികേടുണ്ടല്ലോ, ഈ അച്ഛൻ ഒന്നും ചെയ്തിട്ടില്ല, അച്ഛൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നി അല്ലേ? അച്ഛൻ അശ്രദ്ധമായി ചെയ്ത ഈ കാര്യം എങ്ങനെ നമുക്കൊരു ഗുണകരമായൊരു കൂദാശയാകുന്നു എന്ന് ചോദിക്കുമ്പോൾ സഭ അതിന് തരുന്നൊരു ഉത്തരമുണ്ട്. വൈദികൻ്റെ വ്യക്തിപരമായ കുറവുകൾ, അത് ശ്രദ്ധക്കുറവാകാം, വിശുദ്ധിയുടെ കുറവാകാം, ആ കുറവുകൾ സഭ പരിഹരിക്കുന്നു. എക്ലേസിയ സൂപ്ലത്ത് എന്നൊരു ആശയമുണ്ട്. ലത്തീനായതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ ശ്രമകരമായൊരു പദമായി തോന്നിയത് അല്ലേ? ഇത് ഈ ചോദ്യം ചോദിച്ചതിന് ടീച്ചറിനെ ചീത്ത വിളിച്ചാന്ന് ടീച്ചർ തോന്നിയോ? എക്ലേസിയ സുപ്ലത്ത്. സുപ്ലത്ത് എന്ന് പറഞ്ഞാൽ സഭ കൂട്ടിച്ചേർക്കുന്നു, സഭ പരിഹരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് ആരുടെയെല്ലാം കുറവുകളുണ്ടോ അതെല്ലാം ആര് പരിഹരിച്ചു? തിരുസഭ പരിഹരിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, ഓരോ കൂദാശയും പരികർമ്മം ചെയ്യുമ്പോൾ ഈശോമിശിഹായും സകല വിശുദ്ധരും സ്വർഗവാസികളും സഭയൊന്നാകെയും ആ കൂദാശയുടെ വേദിയിൽ സന്നിഹിതമാണ്. അതുകൊണ്ട് ബലിയർപ്പകൻ്റെ അശ്രദ്ധയോ മറ്റെന്തെങ്കിലും വീഴ്ചകളുമോ അതിൽ പങ്കുചേരുന്നവർക്ക് ആ കൂദാശയിലൂടെ ലഭിക്കേണ്ട കൃപാവരത്തിന് കുറവ് വരുത്തുന്നില്ല. നമ്മൾ ശ്രദ്ധയോടെയാണ് ഇരിക്കുന്നത് എങ്കിൽ, നമ്മൾ ഭക്തിയോടെയാണ് അതിൽ പങ്കുചേരുന്നത് എങ്കിൽ ആ കൃപാവരത്തിൻ്റെ കുറവ് വരുന്നില്ല. അതേസമയം ബലി ഒരു കൂദാശയ്ക്ക് വേണ്ട കാര്യങ്ങളില്ല എന്ന് വിചാരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, കൂദാശയാകണമെങ്കിൽ അതിലൊരു പദാർത്ഥം വേണം, ഒരു പ്രാർത്ഥന വേണം, നിയതമായത്. കുർബാന അർപ്പിക്കാൻ വേണ്ടി അച്ഛൻ വന്നു. അച്ഛൻ കുർബാന ചൊല്ലി വചനം വായിക്കുന്നത് വരെയും ചൊല്ലി, പിന്നെ അച്ഛൻ ഉറങ്ങിപ്പോയി. പിന്നെ അച്ഛൻ ഒന്നും ചൊല്ലിയില്ല. 7:30 കുർബാന തീരുന്നു. അന്നേരത്തെയും മണിയടിച്ചു. കപ്പിയാർ മണിയടിച്ചപ്പോൾ ആളുകളെല്ലാം വീട്ടിലും പോയി. ആ കുർബാനയ്ക്ക് ഫലമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അത് ആ കൂദാശയുടെ മുഴുവൻ കർമ്മങ്ങൾ അവിടെ ഉണ്ടാവണം. മനസ്സിലാവുന്നു? കർമ്മങ്ങൾ അവിടെ ഉണ്ടാവണം. ഇനി അപ്പവും വീഞ്ഞി എടുത്തു വെച്ചില്ല എന്ന് വിചാരിക്കുക. അച്ഛൻ ബാക്കിയെല്ലാം വളരെ ഭക്തിപൂർവ്വം ചെയ്തു, അപ്പവും വീഞ്ഞും ഉപയോഗിച്ചില്ല, അപ്പോഴും അത് അപൂർണമായ കൂദാശയാണ്. അത്തരം സന്ദർഭങ്ങളിൽ ആ വിശ്വാസിയുടെയും വൈദികൻ്റെയും കൂദാശ കർമ്മങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല. വ്യക്തിപരമായ അശ്രദ്ധകൾ അല്ലെങ്കിൽ വ്യക്തിപരമായ പുണ്യത്തിൻ്റെ കുറവുകൾ വിശ്വാസികളെ ബാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അച്ഛൻ അപ്പവും വീഞ്ഞും എടുത്തു വെക്കാതെ കുർബാനയില്ല, അങ്ങനെ ആരും ചെല്ലുകയല്ല. ചെല്ലുന്ന കണ്ടാൽ നിങ്ങൾ വിശ്വാസികൾ ഇടപെടണം. അങ്ങനെയല്ല അച്ഛൻ കുർബാനയിൽ നിന്ന്. ഇനി അങ്ങനെ ആർക്കെങ്കിലും നമുക്കറിയാം, ഒരുപാട് പ്രായമായ അച്ഛന്മാർക്കൊക്കെ അൾഷൈമേഴ്സ് അങ്ങനെയൊക്കെ വരുമ്പം ചിലപ്പം ഇത് വിട്ടുപോയെന്നിരിക്കും. അങ്ങനെ വരുന്ന സാധകരിങ്, അതിനാണ് ഈ ശുശ്രൂഷികളൊക്കെ ഉള്ളത്. ഏതെങ്കിലും സുപ്രധാന കാര്യങ്ങൾ അച്ഛന് അസുഖം മൂലമൊക്കെ മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവരുടെയും കൂടി ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് അത്തരം രോഗാവസ്ഥയിലുള്ള വൈദികർ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പ്രത്യേകം മുൻകരുതലുകൾ എടുക്കാൻ സഭ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട്. ടീച്ചറുടെ ചോദ്യത്തോട് ചേർത്ത് ചിലപ്പോൾ രോഗങ്ങളുടെ കാര്യം അച്ഛൻ പറഞ്ഞല്ലോ. ചിലപ്പോൾ ഒരച്ഛൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുർബാന മുക്കാലായപ്പോൾ അതങ്ങ് അച്ഛന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, അൽമായര് മാത്രമേ എവിടെയുള്ളൂ. അത്തരം ഒരു സന്ദർഭത്തിൽ അതെങ്ങനെ മറ്റ് അച്ഛന്മാർ വരാനുള്ള സാധ്യതകളുമില്ല. അപ്പോൾ എങ്ങനെയായിരിക്കാം നമ്മൾ അതിൻ്റെ ഒരു കൗദാശിക പൂർത്തീകരണവും ഈ അൽമായർ പങ്കാളിത്തം ഉണ്ടല്ലോ അതിനകത്ത്, അതിനുള്ള അവകാശമുണ്ടോ? യെസ്, അതായത് കൂദാശ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യമാണ് എങ്കിൽ നമുക്കറിയാം, വിശുദ്ധ കുർബാനയിൽ
അതിൻ്റെ കൂദാശ പരികർമ്മവും പരിശുദ്ധാത്മാവിൻ്റെ ആവാസവും സംഭവിച്ചു കഴിഞ്ഞു എങ്കിൽ ആ കൂദാശ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞതാണ്. അതിന് മുമ്പുള്ള അവസ്ഥയിലാണ് എങ്കിൽ ആ കൂദാശ അവിടെ നിർത്തിവെക്കുകയും തുടർന്ന് എവിടെ നിന്നെങ്കിലും ഒരു വൈദികനെ കണ്ടെത്തി കൊണ്ടുവന്ന് അത് എപ്പോഴാണെങ്കിലും ആ കൂദാശ പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാണ് ഇതേക്കുറിച്ചുള്ള സഭയുടെ നിർദ്ദേശം. അതുകൊണ്ട് ഒരച്ഛൻ കുർബാന എല്ലിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഹാർട്ട് അറ്റാക്ക് വന്നു, തലയിറങ്ങി വീണു, അച്ഛൻ ആശുപത്രി കൊണ്ടുപോയി. കുർബാന സ്ഥാപനവാക്യങ്ങൾ എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ വിശ്വാസികളുടെ കുർബാന പൂർത്തിയായിട്ടില്ല, അവർ വെയിറ്റ് ചെയ്യണം. അന്നേരം ഇപ്പം പെട്ടെന്ന് അച്ഛന് വൈകുന്നേരം വരുന്നുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ ആ അർപ്പിക്കപ്പെട്ട വിശുദ്ധ വസ്തുക്കൾ ബലിപീഠത്തിൽ അതുപോലെ തന്നെ പരിരക്ഷിക്കുകയും എപ്പോഴാണ് ഒരു വൈദികനെ ലഭിക്കുന്നത് ആ വിശുദ്ധ കുർബാന അവിടം വെച്ച് തുടരുകയും ചെയ്യേണ്ടതാണ് എന്നാണ് സഭ അതേക്കുറിച്ച് നൽകുന്ന നിർദ്ദേശം. പക്ഷെ നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സമയം ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട് എന്ന് നിങ്ങളുടെ മുഖത്ത് നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ളതും എഴുതി തയ്യാറായതുമായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വീണ്ടും ചോദിക്കാൻ അവസരമുണ്ട്. ഈ വിഷയത്തിൻ്റെ തുടർച്ചയായി അടുത്ത എപ്പിസോഡിൽ തുടർ ചർച്ചകളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.